ഹേ ഗൈസ്, ഇന്നൊരു അവയർനെസ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഒരു പാത്രം രസം എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരു രസം പൊടി കാരണമാണ്. നമ്മൾ പലരും ഇന്ന് വിശ്വസിച്ച് വാങ്ങിക്കുന്ന പല ബ്രാൻഡുകളും എത്ര മായം നിറഞ്ഞതാണെന്ന് നമുക്കറിയത്തില്ല. എനിക്കിന്ന് അങ്ങനെ ഒരു പറ്റി ഞാൻ രസം പൊടി യൂസ് ചെയ്തു. ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് എക്സ്പയറി ഡേറ്റ് ഇനി ആയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് എക്സ്പയറി ഡേറ്റ്, 2026 ഫെബ്രുവരി 28-ന്. എക്സ്പയറി ആവാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എത്ര നല്ല പൊടിയാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വെള്ളത്തിലിട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ വീഴുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഈ കറുത്ത് കിടക്കുന്നത് ഞാൻ രസമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചപ്പോഴാണ് ഈ സാധനം എല്ലാം പൊങ്ങി വന്നത്. അത്രേ രസം ഞാനെടുത്ത് കളയേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ കുറെ പാക്ഡ് പൊടികൾ കാണും. രസം പൊടി, സാമ്പാർ പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല എന്ന് പറഞ്ഞ പല പൊടികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇതിന്റെ ഇനി എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് യൂസ് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടത് പൊങ്ങി വന്നതുകൊണ്ട് ഞാൻ കണ്ടു. ഇത് കാണാത്ത എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എക്സ്പയറി അടുത്ത് വന്നതോ അതോ എക്സ്പയറി ആയ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി കണ്ട് യൂസ് ചെയ്യുക. വെറുതെ എന്തിനാ നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ കേടാക്കുന്നത്. ഇതിപ്പോ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഈ കാണാത്ത എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കലക്കുമ്പം അതങ്ങ് ഡിസോൾവ് ആയി പോകുന്ന സാധനങ്ങളുണ്ടെങ്കിൽ എന്താ ചെയ്യാ അല്ലെ. അപ്പോ ബി അവെയർ. നിങ്ങളുടെ കിച്ചണിലുള്ള സാധനങ്ങളെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പൊടികള് എക്സ്പയറി ഡേറ്റ് അടുക്കാറൊക്കെ ആയതാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സ്റ്റേ സേഫ്. ബൈ.